തൃശൂരിൽ വീണ്ടും തെരുവുനായയുടെ ആക്രമണം. തലനാരിഴയ്ക്കാണ് വിദ്യാർത്ഥി നായയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. കാഞ്ഞിരക്കോട് മിനി നഗറിലാണ് സംഭവം. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. വീട്ടിൽ നിന്നും കുളിക്കാനായി പുറത്തിറങ്ങിയ ക്രിസ്റ്റലിന് നേരെ റോഡിലുണ്ടായിരുന്ന തെരുവ് നായ്ക്കൾ കൂട്ടമായി പാഞ്ഞെടുക്കുകയായിരുന്നു. തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറിയതിനാലാണ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടത്. ദൃശ്യങ്ങളിലേക്ക്. നവമി ദിനേശ് ചേരുന്നു. നവമി, എന്താണ് സംഭവിച്ചത്? തൃശ്ശൂർ എവിടെയായിരുന്നു ഈ സംഭവം? സജിത്ത്, നമുക്കറിയാം, ഈ തെരുവുനായ ആക്രമണം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് പോലും അല്ലെങ്കിൽ മുതിർന്നവർക്കൊന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത, കാൽനട യാത്രക്കാർക്കോ ഇരുചക്ര വാഹന യാത്രക്കാർക്കോ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് ഈ തെരുവുനായകളുടെ ശല്യം വർദ്ധിച്ചു വരുന്നത്. ഇതിപ്പോൾ തൃശൂർ കാഞ്ഞിരക്കോട് മിനി നഗറിലാണ് ഈ സംഭവം നടന്നത്. നമ്മൾ ഈ CCTV ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ കാഞ്ഞിരക്കോട് സ്വദേശിയായ ക്രിസ്വിനാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടെ വീട്ടിൽ നിന്നും കളിക്കാനായി പുറത്തേക്ക് ഇറങ്ങിയത്. റോഡിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു 6-7ഓളം തെരുവ് നായ്ക്കൾ ഈ കുട്ടിയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തത്. കടിക്കുന്നതിന് വേണ്ടി ഓടിയെത്തുകയായിരുന്നു. കുട്ടി ഭയന്നോടി തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറിയതിനാലാണ് കടിയേൽക്കാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. എന്തായാലും ഈ പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പലതവണ അധികൃതരോട് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഒന്നും തന്നെ എടുക്കാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ ഭയന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന വഴിയാണ്. കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹനക്കാർക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ തെരുവ് നായകളുടെ ശല്യം. ഈ കുട്ടി ക്രിസ്തുവിന്റെ ആയിക്കോട്ടെ, നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി കാണാം. ഈ തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഓടിക്കയറിയതുകൊണ്ട് മാത്രമാണ് തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും ആ വിദ്യാർത്ഥി രക്ഷപ്പെട്ടത്. എന്തായാലും 6-7ഓളം തെരുവ് നായ്ക്കളാണ് ഈ കുട്ടിയുടെ അടുത്തേക്ക് കടിക്കുന്നതിന് വേണ്ടി പാഞ്ഞെടുത്തത്. തെരുവ് നായ ആക്രമണത്തിൽ നിന്നും ഒരു കുട്ടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളടക്കമാണ് പുറത്തു വരുന്നത്. വീട്ടിലേക്ക് ഓടിക്കയറെങ്കിലും തെരുവ് നായയും വീടിൻ്റെ ഉള്ളിലേക്ക് ആ ഭാഗത്തേക്ക് മുറ്റത്തേക്ക് കടന്നു വരുന്നതൊക്കെ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാവുന്നുണ്ട്. CCTVയിലാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാവുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.